بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് സുമർ 6-7 ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായും നമ്മൾ അറിയേണ്ട തജ്വീദ് വശങ്ങൾ സൂചിപ്പിക്കാം. ഖലഖകും നേരത്തെ വന്ന പദമാണ്. ഖാഹ് ഖാഫ് ഇവ രണ്ടും മാത്രം തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചുച്ചരിക്കണം. ഖലഖകും ഖലഖകും മിൻ മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. ഒരേപോലെയുള്ള ഹർഫുകളാണ്, അതുകൊണ്ടാണ് മുതമാസിലൈൻ എന്ന് പറയുക. ഇവിടെ മണിക്കുകയും കൂടി വേണം. ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തേതിന് ഹറക്കത്തും വരുമ്പോഴാണ് ഇദ്ഗാം സഗീർ എന്ന് പറയുന്നത്. ഇവിടെ ഇദ്ഗാം മുതമാസിലൈൻ സഗീർ എന്ന ഗണത്തിലാണ് ഈ ഇദ്ഗാമിനെ പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. എന്നാൽ മണിക്കുകയും വേണം. മിൻ നഫ്സ് എന്നാൽ ഈ ഇദ്ഗാമിനെ ഇദ്ഗാം ബിഗുന്ന എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അതും മുതമാസിലൈൻ തന്നെയാണ്. അപ്പോൾ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, നഫ്സിൻ എന്നതിലെ തൻവീൻ ഇദ്ഗാം ബിഗുന്ന, ശേഷമുള്ള വാവിൽ ഭാഗികമായി തൻവീനിൽ ലയിപ്പിച്ച് മണിക്കണം. വാഹിദത്തിൻ സുമ്മ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കേണ്ടതാണ്. മീം മുഷദ്ദദ വന്നിട്ടുണ്ട്, ഷദ്ദ് നൽകപ്പെട്ട മീമിനെ മണിക്കണം. സുമ്മ ജഅല മിൻഹ സാകിനത നൂൻ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. സൗജഹ വഅൻസല സാകിനത നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. വഅൻസല ലകും മിൻ ലകും എന്നതിലെ സാകിനത മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം മിസ്ലൈനി സഗീർ അല്ലെങ്കിൽ ഇദ്ഗാം ഷഫവി എന്നും പറയപ്പെടും. ലകും മിനൽ അൻആമി അൽ അൻആം സാകിനത നൂൻ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കണം. സമാനിയത അസ്വാജ് ജീമിൽ വഖഫ് ചെയ്യുമ്പോൾ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യേണ്ടതാണ്. യഖ്ലുഖുകും ഫീ ഖാഫ് ഇവക്കെല്ലാം നിസ്ബിയായ തഫ്ഖീം കൊടുക്കണം, ആപേക്ഷികമായ തടിപ്പിക്കൽ. യഖ്ലുഖുകും ഫീ ആ മീമിന് ഇൽഹാർ ഷഫവി നൽകി ഫാഇന് മുമ്പിൽ വന്നതുകൊണ്ട് സൂക്ഷ്മതയോടെ വെളിവാക്കി ഉച്ചരിക്കേണ്ടതാണ്. മീം അവ്യക്തമാവാൻ സാധ്യതയുള്ളതാണ്. ഫീ ബുതൂനി ഉമ്മഹാതികും മീം മുഷദ്ദദ ശദ്ദ നൽകപ്പെട്ട മീമിനെ മണിക്കണം. ഖൽഖം മിൻ തൻവീൻ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. ഖായിനും ഖാഫിനും തഫ്ഖീമാണ്. ഖൽഖം മിൻ മിൻ ബഅദി ആ സാകിനതായ നൂനിനെ ഇഖ്ലാബ് ചെയ്യണം. ഖൽബ് എന്നും പറയും, ഇഖ്ലാബ് എന്നും പറയും. ഖൽബ് എന്നാൽ മാറ്റി മറിക്കുക, ഒരക്ഷരത്തെ മറ്റൊന്നാക്കി പരിവർത്തിപ്പിക്കുക, പൂർണ്ണമായും മാറ്റുക, അതാണ് ഖൽബ് അല്ലെങ്കിൽ ഇഖ്ലാബ്. മീൻ ബഅദി അവിടെ സാക്കിനായ മീമിൻ്റെ ശബ്ദം നൽകി മാറ്റി മണിക്കുകയാണ്. അപ്പോൾ ഫലത്തിൽ സാക്കിനായ മീം ബായിന് മുമ്പിൽ വരുമ്പോഴുള്ളതായ ഇഖ്ഫാ ഷഫവിയാണ് ഫലത്തിൽ അവിടെ നൽകേണ്ടത്. ഇഖ്ലാബാണെങ്കിലും അത് മീമിൻ്റെ ഹുക്കുമാണല്ലോ അവിടെ. അപ്പോൾ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. എന്നാൽ ഇഖ്ഫാ ഷഫവി എന്ന് പറഞ്ഞാൽ അവ്യക്തമാക്കി മണിക്കുക, മറച്ച് മണിക്കുക എന്ന് പറയുമ്പോൾ പൂർണ്ണമായും മിം എന്ന് ചുണ്ടുകളെ അടച്ചു പിടിക്കാതെ അമർത്തിപ്പിടിച്ചുകൊണ്ട് ഇൽഹാറാവാതെ ചുണ്ടുകളെ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് മിൻ ബഅദി എന്നുച്ചരിക്കുക. ഖൽഖിൻ ഫീ ഖാ തഫ്ഖീം, ഖാഫിനും തഫ്ഖീമാണ്, കസ്റായതിനാൽ കുറഞ്ഞ തഫ്ഖീം. തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. ഫീ ളുലുമാതിൻ സലാസ് ളുലുമാതിൻ തൻവീനിനെ
ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക്ക്. അല്ലേ, അള്ളാഹ് എന്ന ലഫ്ളുൽ ജലാല തടിപ്പിച്ച് ഓതേണ്ടതാണ്. അതിലുള്ള ലാമും അലിഫും. റബ്ബുക്കും റായിനെ തഫ്ഖീം ചെയ്യണം. സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. ലഹുൽ മുൽക്ക്. ലാ ഇലാഹ ഇല്ലാഹു. ലാ ഇലാഹ ആ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. ഇല്ലാഹുവയിൽ വഖഫ് ചെയ്യുമ്പോൾ ആ വാവിന് സുക്കൂനാകുന്നു. അപ്പോൾ പിന്നെന്തായി? അത് ഹർഫുൽ മദ്ദായി മാറി. ഹൂ ഹൂ എന്ന് തബീഇയായ 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ദീർഘം നൽകി നിർത്തുക. ഫഅന്ന നൂൻ മുശദ്ദദ മണിക്കണം. തുസ്റഫൂൻ സ്വാദ് റാ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കുക. ഫഅന്ന തുസ്റഫൂൻ ഇൻ തക്ഫുറു. തക്ഫുറു സാക്കിനത്തായ നൂൻ ഇഖ്ഫ ഹഖീഖിയാണ്. ഇൻ അവ്യക്തമാക്കി മറച്ച് മണിച്ചോതുക. ഫഇന്നല്ലാഹ നൂൻ മുശദ്ദദ വീണ്ടും മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഗനിയ്യുൻ അൻകും ഗൈന് തഫ്ഖീം ചെയ്യുക. അതിനു മുമ്പ് ഇസ്മുൽ ജലാല ഉണ്ട്, നേരത്തെ വന്ന അതേ അവസ്ഥ തന്നെ തടിപ്പിക്കണം. ലാമിനെയും അതിൻ്റെ അലിഫിനെയും ഗൈനിനും അങ്ങനെ. ഗനിയ്യുൻ തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. ഗനിയ്യുൻ അൻകും ഇതിലുള്ള സാക്കിനത്തായ നൂൻ ഇഖ്ഫ ഹഖീഖി അവ്യക്തമാക്കി മണിക്കേണ്ടതാണ്. അൻകും. വലാ യർദാ റാ ദ്വാദ് ദ്വാദിൻ്റെ അലിഫ് എല്ലാം തഫ്ഖീം ചെയ്യേണ്ടതാണ്. ദ്വാദിന് പൂർണ്ണമായ തഫ്ഖീമാണ്. വലാ യർദാ ലിഇബാദിഹിൽ കുഫ്ർ. ലിഇബാദിഹി ഐൻ വ്യക്തമാക്കി തെറ്റാതെ ഉച്ചരിക്കുക. അൽ കുഫ്ർ റായിൽ തഫ്ഖീം ചെയ്ത് നിർത്തണം. അൽ കുഫ്ർ. വഇൻ തഷ്കുറു സാക്കിനത്തായ നൂൻ ഇഖ്ഫ ഹഖീഖി അവ്യക്തമാക്കി മണിക്കണം. യർദഹു ലക്കും. ഇവിടെ യർദഹു എന്ന് ഹൗ ദമീറിനെ ദീർഘിപ്പിക്കുകയില്ല. ഈ ഒരു വചനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 7-ാമത്തെ സൂറത്ത് സുമറിലെ 7-ാമത്തെ ആയത്തിൽ വഇൻ തഷ്കുറു യർദഹു ലക്കും. ഇത് യഥാർത്ഥത്തിൽ ഹൗ ദമീറാണ്. പക്ഷേ ഇവിടെ മാത്രം എന്താണ്? ഹായിനെ ദീർഘിപ്പിക്കാതെയാണ് ഓതേണ്ടത്. നോട്ട് ചെയ്യുക ഈ ഒരു കാര്യം. യർദഹു ലക്കും എന്ന് പറയുകയില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹായിന് 4 അവസ്ഥകളാണ്. സുക്കൂൻ ഹാ സുക്കൂൻ, ഹറക്ക ഹാ ഹറക്ക, ഹറക്ക ഹാ സുക്കൂൻ, സുക്കൂൻ ഹാ ഹറക്ക. ഇതിൽ ഹറക്ക ഹാ ഹറക്ക ഈ അവസ്ഥയിൽ മാത്രമാണ്. അല്ലെങ്കിൽ മുത്തഹരിക് ഹാ മുത്തഹരിക്, ഹറക്കത്തുള്ള അക്ഷരവും ഹാവും പിന്നെ ഹറക്കത്തുള്ള അക്ഷരവും ഉണ്ടാകുന്ന ഈ ഒരു അവസ്ഥയിൽ മാത്രമാണ് ഹായിന് ദീർഘമുണ്ടാവുക. എന്നാൽ ഈ ഒരു പദത്തിൽ അങ്ങനെയല്ല. അതിന് വിഘാതമാണ് ഈ വചനം, ഈ പദം. യർദഹു ലക്കും വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. വലാ തസിറു റായിന് തഫ്ഖീം. വാസിറത്തുൻ വിസ്റ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി വാവിലേക്ക് ലയിപ്പിച്ച് ഉച്ചരിക്കണം. വിസ്റ റായിന് തഫ്ഖീം. ഉഖ്റാ ഖാ റാഇൻ്റെ അലിഫ് ഒക്കെ തഫ്ഖീം ചെയ്യണം. ഉഖ്റാ. സുമ്മ ഇല മീം മുശദ്ദദ മണിക്കുക, ശബ്ദ നൽകപ്പെട്ട മീം. ഇല റബ്ബിക്കും മർജിഉക്കും. റബ്ബിക്കും മീമിനെ മീമിൽ ലയിപ്പിക്കണം. ഇദ്ഗാം മിസ്ലൈന് സഗീർ, മുതമാസിലൈന് സഗീർ, ഇദ്ഗാം ഷഫവി എന്നൊക്കെ ഏത് പേര് പറഞ്ഞാലും ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതുക. മർജിഉക്കും റായിന് തഫ്ഖീം. മർജിഉക്കും ഫയുനബ്ബിഉക്കും സാക്കിനായ മീമിനെ ഫായിന് മുമ്പിൽ വന്നത് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. ഇൽഹാർ ഷഫവിയാണ്.
فينبئكم بما كنتم تعملون. യുനബ്ബിഉക്കും സാക്കിനായ മീം ബായിന് മുമ്പിൽ ഇഖ്ഫാ ഷഫവി അവ്യക്തമാക്കി മണിക്കുക. അതുപോലെ കുൻതും ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കുക. കുൻതും സാക്കിനത്തായ മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ഇന്നഹു നൂൻ മുഷദ്ദദ ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. ഹ ഉദ്ദമീർ മദ്ദുസ്സിലത്തി സൂറ ദീർഘം നൽകുക 2 ഹറക്കത്തിൻ്റെ അളവിൽ. അലീമുൻ ബിദാതി സുദൂർ തൻവീനിനെ ഇഖ്ലാബ് ചെയ്യണം. അലീമുൻ മീമാക്കി മാറ്റി മണിക്കണം എന്നർത്ഥം. ബിദാതി സുദൂർ അസ്സുദൂർ സ്വാദിന് തഫ്ഖീമുണ്ട്, എന്നാൽ ആ തഫ്ഖീം ദാലിലേക്ക് പകരരുത്. ദാലിനും കൂടി തഫ്ഖീം സുദൂർ ദൂർ ദ്വാദ് പോലെ ഉച്ചരിക്കുക, അങ്ങനെ വരരുത്, സൂക്ഷിക്കേണ്ട ഒരു പദമാണത്. അസ്സുദൂർ അസ്സുദൂർ റായിലും തഫ്ഖീം കൊടുത്തുകൊണ്ട് തടിപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام 8 أزواج يخلقكم في بطون أمهاتكم خلقا من بعد خلق في ظلمات 3 ذلكم الله ربكم له الملك لا إله إلا هو فأنى تصرفون. إن تكفروا فإن الله غني عنكم ولا يرضى لعباده الكفر وإن تشكروا يرضه لكم ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم تعملون إنه عليم بذات الصدور. بسم الله الحمد لله والصلاة والسلام على رسول